തിരുവനന്തപുരം വർക്കലയിൽ അംഗൻവാടി കുട്ടികളെ കൊണ്ട് രാഖി കെട്ടിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പരാതി നൽകി. മന്ത്രി ആർ ബിന്ദു, ഡയറക്ടർ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ, DGP എന്നിവർക്കാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, കഴിഞ്ഞ ദിവസമാണ് ഈ രാഖി കെട്ടിക്കൽ സംഭവം. അത് നടന്നത് അവിടുത്തെ അഡീഷണൽ CDPOയുടെ നേതൃത്വത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡീഷണൽ CDPO നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രാഖി കെട്ടൽ നടക്കുകയും ചെയ്തത്. എന്താണ് ഇപ്പോൾ DYFI നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ? സിജു, എന്തായാലും അഡീഷണൽ CDPOയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് തലേ ദിവസം ഇത്തരത്തിൽ കുട്ടികൾക്ക് രാഖി കെട്ടിക്കൊടുക്കണമെന്നും അതിനൊപ്പം തന്നെ ഈ രാഖി കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളും അതിനൊപ്പം തന്നെ കുട്ടികളുടെ കൈകളിൽ രാഖി കെട്ടിയ ദൃശ്യങ്ങളും എടുത്ത് അത് സമൂഹ മാധ്യമത്തിലടക്കം പോസ്റ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് അഡീഷണൽ CDPO ഇത്തരത്തിൽ ഈ വർക്കല മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടി ടീച്ചർമാർക്ക് നൽകിയത്. ഇത്തരത്തിൽ പല അംഗൻവാടികളിലും ഇത് RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ DYFIയുടെ ഭാഗത്ത് നിന്ന് പരാതി പോയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും അതിനൊപ്പം തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും ഒപ്പം DGPക്കും ഒപ്പം ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാനുമാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവിൽ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യം രാഖികൾ അത് നിർമ്മിച്ച് ഒരു ശില്പശാല പോലെ നിർമ്മിച്ച് പട്ടാളക്കാർക്കും പോലീസുകാർക്കും അയച്ചു കൊടുക്കണം, തപാൽ വഴി അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം. സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പാലിക്കാതെ ആ നിർദ്ദേശങ്ങളെ തള്ളിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത്തരത്തിൽ അംഗൻവാടികളിൽ നടന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അംഗൻവാടികളിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് DYFI ഈ പരാതിയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഇത് വകുപ്പിന്റെ മാർഗരേഖകൾക്ക് വിരുദ്ധമായ കാര്യമാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഈ നടപടിക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന് DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. CDPO നൽകിയ നിർദ്ദേശമാണല്ലോ ഈ അംഗൻവാടിയിലെ വർക്കർമാർ അത് നടപ്പിലാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇവർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ്, ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് DYFI ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സിജു, അത് തന്നെയാണ്. കൃത്യമായ നടപടി CDPOക്കെതിരെ, അഡീഷണൽ CDPOക്കെതിരെ വേണമെന്നത് തന്നെയാണ് ഇതിൽ DYFI ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മുഖ്യമന്ത്രിക്കും അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും ഒപ്പം സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ശരി സുലേഖ, ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നത്. അങ്കണവാടി കുട്ടികളെ കൊണ്ട് രാഖി കെട്ടിപ്പിച്ച സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് DYFI മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ നൽകിയത്.